ജിതിൻ തന്നെ ഞെട്ടി നിൽക്കാണ്. സാധാരണ നമ്മളൊരു ഓഡിയോ ലോഞ്ച് എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ സെലിബ്രിറ്റീസ് ആണ് ഒരു സ്റ്റേജിൽ ഒരു വേദിയിൽ വന്നിട്ട് ഇത്തരം ചടങ്ങുകൾ നിർവഹിക്കാറ്. സോ നമുക്ക് ഇവിടെ അങ്ങനെയുള്ള പരിധിയും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്, എല്ലാവരും ആർട്ടിസ്റ്റ് ആണ്. ആ ഒരു കഴിവ് കൊണ്ട് നമ്മൾ തെളിയിക്കുന്നതാണ്. ഓരോരോ അവസരങ്ങൾ ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെ ജിതിൻ? ജിതിൻ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. ജിതിൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ജിതിന്റെ ഫസ്റ്റ് മൂവിയാണ്. ജിതിൻ, are you all right? How are you feeling? ഞാൻ പറയാം, ഈ സിനിമയിലെ അധികം ജയമായ റോൾ അഭിനയിച്ച ഒരു പുതിയ ആളാണെന്ന് ആളാണ്. അദ്ദേഹമാണ് ഇതിലെ ഏറ്റവും യുദ്ധനായിട്ടുള്ള ഒരാൾ. നേരത്തെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഈ ചീഫ് ഗസ്റ്റായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ അതുകൊണ്ടാണ് ഈ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി കണക്കാക്കി ഈ ഓഡിയോ CD അദ്ദേഹത്തിന് ഞാൻ വാങ്ങിച്ചത്. എന്തെങ്കിലും രണ്ട് വാക്ക് പറയൂ. എനിക്കറിയില്ല, എന്ത് പറയേണ്ടത് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ സ്റ്റേജിൽ കയറാതെ ഞാൻ ആ ഭാഗത്തിരിക്കുക. ഇതിനകത്ത് ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്താ പറയണെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം, അനുഭവം. ഇതുപോലെയാണ് എല്ലാവരും സെലിബ്രിറ്റീസ് ആവുന്നത്, വലിയ ആളാവുന്നതിനാണ്, ചീഫ് ഗസ്റ്റുകളാവുന്നതിനാണ്. നിങ്ങളും നാളെ മറ്റൊരു രീതിയിൽ നിങ്ങൾ ചീഫ് ഗസ്റ്റായിട്ട് ആരെങ്കിലും വിളിച്ചേക്കാം. അപ്പോൾ ഇതുപോലെയാണത്. അതിൻ്റെ ഒരു ഉദാഹരണമാണത്. അപ്പോൾ ഞാൻ തുടങ്ങി വെക്കുവാണത്. ഓക്കെ, താങ്ക് യു. നാളെ നിങ്ങൾ ഇതുപോലുള്ള വലിയ അറിയപ്പെടുന്ന ഒരു ആളായി മാറിയിട്ട് ഇങ്ങനെ വന്നു നിൽക്കട്ടെ. നിങ്ങളുടെ കണ്ണ് നിറയുന്നത് ഞാൻ കാണുന്നു. സന്തോഷം. ഒരുപാട് സന്തോഷം. എന്താണെനിക്ക് അറിയില്ല, ഞാൻ ഇതിന് യോഗ്യനാണോ അല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. സ്വപ്നത്തിലാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വിജയൻ സാറിനോട് ഒരുപാട് ഇതിനായി സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാരാണ് അവരെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് നിങ്ങളും അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ പെട്ട് കഴിഞ്ഞു. അല്ലാതെ സെലിബ്രിറ്റീസ് ആരും ജനിക്കുന്നില്ല. നമ്മളെപ്പോലുള്ളവർ അല്ലെങ്കിൽ ഈ നമ്മുടെ മുൻപിലിരിക്കുന്ന കാണികളെപ്പോലുള്ളവർ തന്നെയാണ് അവരെ ആക്കുന്നത്. അക്കൂട്ടത്തിൽ നിങ്ങളും പെട്ട് കഴിഞ്ഞു. അതാണ് എൻ്റെ കാര്യം. ഓക്കെ, താങ്ക് യു. വളരെ ശരിയാണ്. സെലിബ്രിറ്റീസ് ആയിട്ടൊന്നും ആരും ജനിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മൾ